ഹേ ഗായ്സ്, ആലപ്പുഴ ജിങ്കാന കഴിഞ്ഞ ആഴ്ച ആയിരുന്നു പറഞ്ഞ കഴിഞ്ഞ ആഴ്ച പിന്നെ കുറെ പടം ആയതുകൊണ്ടല്ലേ രണ്ടു പടം ഒരു ദിവസം കണ്ടു കഴിഞ്ഞ ആഴ്ച. അതുകൊണ്ട് ഈ ആഴ്ച വരെ പടം ഇല്ല. അതുകൊണ്ട് ഈ പടത്തിന്റെ വന്ന് ആ ഇറങ്ങിയ 3 മലയാള പടത്തിൽ നിന്ന് ഒരു നല്ലൊരു എല്ലാത്തിലും ഒരു ഇതാ നല്ല ഉണ്ടായ നമ്മ അത് മിസ് ചെയ്ത് നമ്മൾ ആദ്യം മറ്റേ ബേസിലിന്റെ പടത്തിന് പോയല്ലേ. നമ്മളെ സെലക്ട് ചെയ്ത സാധനം തെറ്റിപ്പോയി. ബാക്കിയുള്ളവർക്കൊന്നും തെറ്റിട്ടാ പറയുന്നു മലയാളമാസം. കുറെ ആൾക്കാര് ഡയറക്ട് അങ്ങനെ ഇല്ല. അതെ, ഒരു മിക്സ് 2 സിനിമ അങ്ങനെ ഉണ്ടായത്. പക്ഷെ ഇതിന് പിന്നെ ഒരു എല്ലാവരും മിക്സ്ഡ് ആണല്ലേ. ഒന്നും അങ്ങനെ ഒരു അങ്ങനത്തെ സിനിമ വന്നിട്ടില്ല. ഇതെനക്ക് നല്ലതായിട്ട് തോന്നുന്നുണ്ട് കമ്പയർ ചെയ്യുമ്പോൾ ബാക്കിയിലായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. ഡയറക്റ്റഡ് ബൈ ഖാലിദ് റഹ്മാന്റെ പടം അങ്ങനെ കുറെ ആള് പോകുന്നുണ്ട് ഡയറക്ടറൊക്കെ നോക്കിയിട്ട്. നമ്മ അങ്ങനെ നോക്കിയിട്ടില്ല. നമ്മള് ബേസിൽ ഒരു കോമഡി എന്തായാലും എല്ലാത്തിനും പോകുന്നില്ല പോയതാ. പിന്നെ അല്ലേ ഒന്ന് മാറ്റി വെക്കണം. 2 എന്തായാലും പോകണമെന്നുണ്ടായിന്. പിന്നെ ഇത് വേറെ പടം ഇല്ലാത്തോണ്ട് ഇനി വന്നു അല്ലേ. ഇതൊരു ബോക്സിംഗ് സിനിമയാണ്. പക്ഷെ അങ്ങനെ ഒരു ഫുള്ളി ബോക്സിംഗ് ഒരു ഫുൾ മത്സരത്തിലേക്ക് ലാസ്റ്റ് പോകുന്നല്ലേ ആര് ജയിക്കും. ഇത് അങ്ങനത്തെ ഒന്നല്ല. അതുകൊണ്ട് തമിഴ് പാടല്ലേ അതേപോലെ അത് ലാസ്റ്റ് അറിയാലോ. ഒരു കോമ്പറ്റീഷൻ പോലെ അല്ല, ഇതൊരു വേറെ രീതിയിൽ ഒരു വിന്നിങ് ആ സംഭവമായിരിക്കും. അതന്നെ, അത് അങ്ങനെയല്ല. അതുകൊണ്ട് ഒരു രസമുണ്ട്. പിന്നെ കൊറേ ഇവരെല്ലാം കൂടുമ്പോ ഒരു രസമുണ്ടല്ലേ. ആ ഒരു ഗ്യാങ്ങും നല്ല കോമഡി ഉണ്ട്. ആ ഒരു നസ്ലിന്റെ ഒരു പടത്തിന്റെ ഒരു ആ ഒരു സംഭവം ഫസ്റ്റ് ഹാഫ് വരെ ഇവര് ആ രീതിയിൽ, അതായത് നോർമൽ ഉള്ളൊരു പിള്ളേര് ഇവര് മറ്റേ സ്കൂളില് ഇവര് പരീക്ഷക്ക് തോറ്റിട്ട് ഇവർക്ക് മറ്റേ ഇത് കിട്ടാൻ വേണ്ടിട്ടല്ലേ. അതൊരു ഇതാന്ന് എന്ത് കിട്ടാൻ വേണ്ടിട്ട് സ്പോർട്സ് കോട്ടയിൽ കിട്ടാൻ വേണ്ടിട്ട് ഇവര് ഇതിന് ചേരുന്നു. അങ്ങനെ ഇത് പഠിച്ചിട്ട് മത്സരത്തിന് പോകുന്നു. അങ്ങനത്തെ ഒരു അല്ലേ. അതിന്റെ ഇടയിൽ സംഭവിക്കുന്ന കുറെ കാര്യങ്ങളും അതിന് വരുന്ന കോച്ചും അടിപൊളിയാണല്ലേ. പുള്ളിക്കാരന്റെ വരുന്നാന്ന് കോച്ചിന്റെ അറിയില്ല അല്ലേ. പിന്നെ മറ്റേ കോമഡി ഉത്സവത്തിലെ അടിപൊളിയാണ്. കൊറേ കാര്യങ്ങൾ നമുക്ക് തരുന്നുണ്ട് ലാസ്റ്റ് സിനിമ കഴിഞ്ഞ് വരുമ്പോ അല്ലേ. ഇപ്പൊ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ സമയത്ത് നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റണം. അങ്ങനെ കൊറേ മെസ്സേജ് എല്ലാം തരുന്നുണ്ട്. കോമഡി ഉത്സവല്ലേ, ഒരു ചിരി ഇരുചിരി വമ്പരിച്ചിരി. അത് നീ പറഞ്ഞ കോമഡി ഉത്സവം എന്ന് പറഞ്ഞു ആ ചെക്കൻ അടിപൊളിയാണ്. കൊറേ പുതിയ ആൾക്കാരുണ്ടല്ലേ. കൊറേ പുതിയ ആൾക്കാരുണ്ട്. പുതിയൊന്നല്ല, മുമ്പത്തെ ഉണ്ട്. നല്ല ചങ്ങയല്ലേ. പിന്നെ ഇവര് ഈ ബോക്സിംഗിൽ കേറുമ്പോഴുള്ള ഒരു എൻട്രി ഇല്ലേ, അതൊന്നും രസമുണ്ടായിരുന്നു. മറ്റേ ആർപ്പോ അതൊരു കോമഡി ഏരിയ. പക്ഷെ ഫൈറ്റ് എല്ലാം എടുത്ത് വെച്ചാൽ ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. ഒരു സാധാ യൂഷ്വൽ അല്ലാണ്ട് കുറച്ച് വെറൈറ്റി ആണ്. ഈ ചങ്ങാര തല്ലുമാലെല്ലാം അതേപോലെ തന്നെ അല്ലേ. ഫൈറ്റെല്ലാം എടുത്ത വെച്ചാൽ ആ ഒരു ടൈപ്പ് തന്നെ. അല്ല അതേ സ്റ്റൈല് വേണമെന്നില്ലല്ലോ ബ്രോ. ഒരു എല്ലാ പടത്തിലും ഫൈറ്റെല്ലാം കാണാൻ രസമുണ്ടല്ലേ. ഇത് ഫൈറ്റെല്ലാം എടുത്ത് വെച്ചും അല്ലേ. എല്ലാ ഫൈറ്റും ബോക്സിംഗിന്റെ മറ്റേതും ലാസ്റ്റ് ഫൈറ്റും രസമുണ്ട്. ലാസ്റ്റ് നോർമൽ എല്ലാരും കൂടിയിട്ട് ബോക്സിംഗിന് ബില്ലൊന്നുമല്ല, നോർമൽ രസമുണ്ട്. നമുക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. വരുന്ന ചില മ്യൂസിക് രസമുണ്ട് ചില സമയത്തെല്ലാം. നമ്മ അതിന്റെ ഉള്ളിലേക്ക് പോകുന്നുണ്ട് അല്ലെ. ആ കഥയായിട്ട് നമ്മ കണക്ഷൻ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നല്ല രസമുണ്ട്. വെക്കേഷനിലായിട്ട് എല്ലാവരും വെക്കേഷൻ ആയതുകൊണ്ട് എല്ലാത്തിലും ആൾക്കാരാണ്. തിരക്കുണ്ട് അത്യാവശ്യം തിയേറ്ററിലായാലും. അല്ലെങ്കിൽ ഈ പടത്തിനാട്ടോ ഏറ്റവും ആൾക്കാർ പോകുന്നത് ഇതിനാണ് കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ള ബെസ്റ്റ് റിവ്യൂ ആണ് ഇതിൽ തന്നെ. മെയിൻ ആയിട്ട് കോക്കണെല്ലാം ഉണ്ടല്ലോ റിവ്യൂ പറഞ്ഞിരുന്നില്ലേ. പടം കണ്ടാലേ നോക്കൂ, അതിന്റെ മുമ്പേ നോക്കുന്നില്ല. എന്തിനു വെറുതെ നോക്കുന്നത്? പടം കണ്ടിട്ട് നോക്കും, അത് രസമാണ്. ബാക്കിയുള്ള ഒരു ഒപ്പീനിയൻ നമ്മളെ പോലെയാണ് അവർക്ക് തോന്നിയത്, അത് റിലേറ്റബിൾ ആകുമ്പോൾ രസമാണ് കേട്ടോ. അപ്പോ ഇനി അടുത്ത കിടലൻ ചങ്ങായി പുല്ലേ പുതിയൊരു ബ്ലോഗറിലായിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സ് ഒക്കെ കിട്ടും. പറഞ്ഞോടെ എന്താന്ന് പേരുള്ളത്? ടൂറോയിൽ തന്നെ ഉണ്ടാവും. പുതിയ വീഡിയോസ് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. പൈസ രാവിലെ പറഞ്ഞു ഇല്ല വേറെ പണിയുണ്ട്, അവിടെ അങ്ങനെ പോയി. അപ്പോൾ ഓക്കെ, ബൈ.